ധർമ്മസന്ദേശ യാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടത്താൻ അനുമതി നിഷേധിച്ച് നഗരസഭ. പണമടച്ച് രസീത് വാങ്ങിയതിനു ശേഷമാണ് നഗരസഭയുടെ നടപടി. പകരം ഗാന്ധി പാർക്കിൽ നടത്താമെന്നും നഗരസഭയുടെ നിലപാട്. പരിമിതമായ സൗകര്യങ്ങളുള്ള ഗാന്ധി പാർക്കിന് അനുമതി നൽകിയതിന് പിന്നിൽ ഗൂഢാലോചനയുള്ളതായി മാർഗനിർദ്ദേശക മണ്ഡലം ഭാരവാഹികൾ ആരോപിച്ചു. മാർഗനിർദ്ദേശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ധർമ്മസംരക്ഷണ യാത്രയോടാണ് തിരുവനന്തപുരം നഗരസഭയുടെ പ്രതികാര നടപടി. സമാപന സമ്മേളനത്തിന് മൈതാനം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുകയും പണമടച്ച് രസീത് വാങ്ങുകയും ചെയ്തു. സമ്മേളനം ആരംഭിക്കുന്നതിന് അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് നഗരസഭ അനുമതി നിഷേധിച്ചത്. പകരം കിഴക്കേക്കോട്ടയിൽ തന്നെയുള്ള ഗാന്ധി പാർക്കിലേക്ക് മാറ്റുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വളരെ ദൗർഭാഗ്യകരമായി പോയി. പണമടച്ച് അതിൻ്റെ രസീതെല്ലാം കൈപ്പറ്റിയതിന് ശേഷമാണ് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഇങ്ങനെ പറ്റില്ല, എവിടെയെങ്കിലും ചെയ്തോണമെന്ന് പറയുമ്പോൾ ആകെപ്പാടെ നമ്മളത് ബുക്ക് ചെയ്തു. അതിനുശേഷം നോട്ടീസുകൾ തയ്യാറാക്കി എല്ലാവരെയും അറിയിച്ചു തുടങ്ങി എല്ലാം നമുക്ക് ലാപ്സായി പോയി. അപ്പോൾ അവിടെയാണ് നമ്മൾ ചെറിയൊരു ഒരു ഗ്രൗണ്ടിലേക്കാണ് ഇപ്പം മൈതാനത്തേക്കാണ് ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ ആൾ കൂടുമ്പോൾ താങ്ങാൻ പറ്റുമോ നമുക്കറിയില്ല. പരിമിതമായ സൗകര്യങ്ങളുള്ള ഗാന്ധി പാർക്കിന് അനുമതി നൽകിയതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് മാർഗനിർദ്ദേശക മണ്ഡലത്തിന്റെ ആരോപണം. സമ്മേളനത്തിൽ അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ പൂർണ്ണ ഉത്തരവാദിത്തം നഗരസഭയ്ക്ക് മാത്രമായിരിക്കുമെന്നും മാർഗനിർദ്ദേശക മണ്ഡലം ഭാരവാഹികൾ വ്യക്തമാക്കി. ഇതിനെന്തെങ്കിലും പറയുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അതേപടി അതുപോലെ തന്നെ അതുകൊണ്ട് ഉത്തരവാദിത്വം ഈ ഭരണകൂടത്തിനാണ്. ആരാണോ ഈ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, ആരാണോ ഇത് മാറ്റിക്കളഞ്ഞത് അവർക്കായിരിക്കും ഇതിൻ്റെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം. ഒക്ടോബർ മാസം 7-ാം തീയതി കാസർഗോഡ് നിന്നാണ് ധർമ്മസന്ദേശ യാത്ര ആരംഭിച്ചത്. വിവിധ സന്യാസി മഠങ്ങളും ആത്മീയ കേന്ദ്രങ്ങളിലും യാത്ര സഞ്ചരിച്ചു. സമൂഹത്തിലുണ്ടായ മൂല്യച്യുതിയും ലഹരി ഉപയോഗം കൊണ്ടുണ്ടാകുന്ന അരക്ഷിതാവസ്ഥയും ശബരിമല സ്വർണ്ണക്കൊള്ളയും അടക്കം പൊതുസമൂഹവും ഹൈന്ദവരും നേരിടുന്ന പ്രതിസന്ധികൾ യാത്ര ചർച്ച ചെയ്തു. ധർമ്മസന്ദേശ യാത്ര പിന്നിട്ട വഴികളിലെല്ലാം വലിയ സ്വീകാര്യതയും ലഭിച്ചു. ഇതിന്റെ പ്രതികാര നടപടിയാകാം മൈതാനത്തിന് അനുമതി നിഷേധിക്കുന്ന തരത്തിൽ എത്തിച്ചേർന്നത് എന്നാണ് ആരോപണം. ജനം, തിരുവനന്തപുരം.